വിവാഹമോചന പെറ്റീഷൻ ഒപ്പിടാൻ നേരം വക്കീൽ ചോദിച്ചു, മദ്യപാനം? സ്ഥിരമില്ല. പരസ്ത്രീ ബന്ധം? അറിയില്ല. ഗാർഹിക പീഡനം? ഇല്ല. പിന്നെ എന്താണ് കാര്യം? ആത്മാവിനെ കൊന്നു. അതിന് ഹിന്ദു മാരേജ് ആക്ടിൽ വകുപ്പില്ല മാഡം. എന്നാൽ അത് എഴുതി ചേർക്കണം. ആത്മാവിനെ കൊല്ലാൻ വളരെ എളുപ്പമാണ്. നിലവിളിക്കില്ല, രക്തം പൊടിയില്ല, പോലീസ് കേസെടുക്കില്ല, കോടതി വ്യവഹാരങ്ങളില്ല, മാധ്യമ വിചാരണയുമില്ല. ആ കൊലയ്ക്ക് അവഗണന എന്ന ആയുധം തന്നെ ധാരാളം. മൗനം തന്നെ ധാരാളം. ഒരു മുറിയിൽ 2 ലോകങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന അപൂർവത. ചില സമർപ്പണങ്ങൾ, ചില കടമകൾ, സദാചാരത്തിന്റെ വിശുദ്ധ പശുക്കൾ. എന്നിട്ട് തുരുമ്പിച്ചൊരു പേര് നൽകി, ജീവിതം. ജീവിതം അങ്ങനെയാണ് പോലും. എങ്ങനെ? ഇഷ്ടനിറം മറക്കുന്നതോ? ഇഷ്ടരുചി മറക്കുന്നതോ? അവനവനെ ബലി കൊടുക്കുന്നതോ? മറ്റുള്ളവർക്കായി ചുണ്ടിൽ ചിരിയുടെ ചായം തേച്ച് സന്തോഷത്തിന്റെ അഭിനയ മുഹൂർത്തം നടത്തുന്നതോ? അതോ ഭൂമിയോളം ക്ഷമ പാലിക്കണമെന്ന മഹത്വചനം പേറി ആത്മാവിനെ ആരുടെയെല്ലാമോ കാൽച്ചുവട്ടിൽ ഞെരിഞ്ഞമരാൻ പാകത്തിന് വിട്ടുകൊടുക്കുന്നത്? ദയവായി അതിനെ ജീവിതമെന്ന് വിളിക്കാതിരിക്കും.